കുപ്രസിദ്ധ പിടികിട്ടാപ്പുള്ളി തൊപ്പി യൂസഫ് പിടിയിലായി. തിരുവനന്തപുരം വെഞ്ഞാറമൂട് പോലീസാണ് സംസ്ഥാനത്തെ ഏറ്റവും വിരുദ്ധനായ തസ്കറിനെ വലയിലാക്കിയത്. വെഞ്ഞാറമൂട് സ്വദേശിയായ വൃദ്ധയുടെ സ്വർണ്ണമാല കവർന്ന കേസിലാണ് യൂസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന മനുഷ്യൻ കള്ളനാണെന്ന് ആരെങ്കിലും പറയുമോ? കണ്ടാൽ അതിയോഗ്യൻ, പെരുമാറ്റം ധനാഢ്യനെ പോലെ. ഇതാണ് യൂസഫ്, തൊപ്പി യൂസഫ്. ഗോൾഫ് തൊപ്പി എപ്പോഴും ധരിക്കുന്നത് കൊണ്ടാണ് ആ പേര് വീണത്. ഈ തൊപ്പി യൂസഫിനെയാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് പോലീസ് പൊക്കിയത്. ഒരു മാലമോഷണ കേസിലാണ് അറസ്റ്റ്. 20ഓളം കേസുകളിൽ പിടികിട്ടാപ്പുള്ളിയായി മുങ്ങി നടക്കുകയായിരുന്നു വിരുദ്ധൻ. ഇയാളുടെ മോഷണരീതികൾക്കും പ്രത്യേകതകളുണ്ട്. വെഞ്ഞാറമൂട്ടിൽ വൃദ്ധയുടെ മാല മോഷ്ടിച്ച രീതി കേട്ടാൽ തന്നെ വ്യക്തമാകും യൂസഫിന്റെ ശൈലി. ഇക്കഴിഞ്ഞ 30-നാണ് വെഞ്ഞാറമൂട് സ്വദേശി 70-കാരി ലീല യൂസഫിന്റെ കവർച്ചയ്ക്കിരയായത്. വാർദ്ധക്യ പെൻഷൻ വാങ്ങാൻ ബാങ്കിലേക്ക് നടന്നു പോവുകയായിരുന്നു ലീല. പെട്ടെന്ന് പരിചയക്കാരനെന്ന മട്ടിൽ യൂസഫ് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അടുപ്പക്കാരനെ പോലെ സംസാരിച്ചു. കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ തഞ്ചത്തിൽ മനസ്സിലാക്കി. വൃദ്ധയുടെ മകളെ ഫോണിൽ വിളിക്കുന്നതായി അഭിനയിച്ചു. കുടുംബത്തിന് ലോൺ ഉണ്ടെന്ന് മനസ്സിലാക്കിയ യൂസഫ് പ്രധാനമന്ത്രിയുടെ പദ്ധതിയിൽ അത് ലാഭകരമായി ക്ലോസ് ചെയ്യുന്നത് സംസാരിച്ചു. മകളുമായി ഫോണിൽ സംസാരിച്ച വ്യക്തിയുടെ പെരുമാറ്റത്തിൽ വൃദ്ധയ്ക്ക് സംശയമൊന്നുമില്ലായിരുന്നു. ലോൺ അടയ്ക്കാനുള്ള പണത്തിനായി കഴുത്തിൽ കിടന്ന മാല ഊരി നൽകി. മാല കിട്ടിയതും യൂസഫ് കടന്നു. കയ്യിൽ നിന്ന് വിട്ടുപോയപ്പോഴത്തേക്ക് എനിക്കൊരു സംശയം പോലെ തോന്നി. എന്നെ ചതിക്കുകയായിരുന്നാന്ന് തോന്നുന്നു. എനിക്കതങ്ങ് തോന്നിപ്പോയി. അങ്ങനെ പിന്നെ ഞാൻ ആ വണ്ടിയിൽ തന്നെ കയറി 1 മണിയാവുന്ന ഞാൻ എൻ്റെ വീട്ടിലെത്തി ആണ് മൊബൈൽ പരിശോധിച്ചപ്പോഴത്തേക്ക് എൻ്റെ സിമ്മ് മറിച്ചിട്ടിരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിൽ പഴവങ്ങാടിയിലെ സ്വർണ്ണക്കടയിൽ യൂസഫ് മാല വിറ്റു. 1 ലക്ഷത്തോളം രൂപ നേടിയ ശേഷം നഗരത്തിലെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചു. CCTV ദൃശ്യങ്ങൾ ലഭിച്ച വെഞ്ഞാറമൂട് പോലീസ് അന്വേഷണം വ്യാപകമാക്കി. വിവരമറിഞ്ഞ യൂസഫ് മുങ്ങി. വൈറ്റില ഹബിൽ നിന്നാണ് റൂറൽ SP സുദർശൻ നിയോഗിച്ച പോലീസ് സംഘം യൂസഫിനെ വലയിലാക്കിയത്. വിവിധ ജില്ലകളിലായി പല സ്റ്റേഷനുകളിലായി 20ഓളം കേസുകൾ യൂസഫിനെതിരെ നിലവിലുണ്ട്. അയാൾക്ക് മോഷണമല്ലാതെ മറ്റ് തൊഴിലുകളൊന്നുമില്ല. മോഷണം കിട്ടുന്ന തുക ആർപ്പാട ജീവിതത്തിനും സ്വർഗരതിക്കുമൊക്കെ ഉപയോഗിക്കുന്നതായിട്ടാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. ജനുവരിയിൽ വെഞ്ഞാറമൂട്ടിലും ജൂലൈയിൽ കിളിമാനൂരിലും സമാന രീതിയിൽ വൃദ്ധരിൽ നിന്ന് ആഭരണം കവർന്നിട്ടുണ്ട്. ആലുവ, അങ്കമാലി, കയ്പമംഗലം, പേരാവൂർ, നോർത്ത് പരവൂർ, കൊടുങ്ങല്ലൂർ അങ്ങനെ കേരളമാകെ പോലീസ് സ്റ്റേഷനുകളിൽ മാലമോഷണ കേസുകളുണ്ട്. സംസ്ഥാനത്തെ ഒട്ടുമിക്ക ജയിലുകളിലും തടവിൽ കിടന്നിട്ടുണ്ട്. 2022 നവംബർ 11-ന് കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്നാണ് അവസാനം പുറത്തിറങ്ങിയത്. പിന്നീട് ഓരോ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് മോഷണം തുടരുകയായിരുന്നു. 20-ാമത്തെ വയസ്സു മുതൽ യൂസഫ് മോഷണം ആരംഭിച്ചതാണ്. മോഷണത്തിലൂടെ ലഭിക്കുന്ന പണം മദ്യപാനത്തിനും സ്വവർഗരതിക്കുമാണ് ഉപയോഗിക്കുന്നത്. ഏതായാലും തൊപ്പി യൂസഫ് പിടിയിലായതോടെ മറ്റു സ്റ്റേഷനുകളിലെ കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.